നോക്കാനില്ല, എല്ലാവരും ഡ്യൂട്ടി ഉണ്ട്. അച്ചാച്ചന്മാരൊക്കെ ആണെങ്കിലും അവർക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട കാര്യമുണ്ട്. ഇവനെ നോക്കാം എങ്കിൽ പോലും നമ്മൾ നോക്കുന്നതിൻ്റെ അത്രയും വരത്തില്ല. ഞങ്ങൾ എന്തോ ചെയ്തു, ഇത് കേട്ടപ്പം വല്ലാണ്ടായിപ്പോയി. എന്നാ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. എന്നുവെച്ചാൽ ഞങ്ങൾക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, നമ്മൾക്ക് ചികിത്സിക്കാമല്ലോ എന്നുള്ളൊരു രീതിക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇവനെ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. എക്സിറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ചയോളം പിന്നെയും താമസിച്ചു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് താമസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നേച്ച് ഞങ്ങൾ ഇവനെ ഒരാഴ്ചയ്ക്ക് ശേഷം ഇവനെ നാട്ടിൽ കൊണ്ടുവന്ന സമയത്ത്, ആ സമയത്ത് അതായത് ഇവൻ അസുഖമാകുന്ന സമയത്ത് അമ്മ ഇതുപോലെ വീട്ടിലാകെപ്പാട് ഭയങ്കര വിഷമമാണ്. കാരണം എന്നെക്കാളും 5-6 വയസ്സിന് ഇളയത് ഇവൻ കുഞ്ഞാണ്. അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായിപ്പോയി, എന്നാ ചെയ്യുമെന്നും അറിയത്തില്ല. ചികിത്സിക്കാം, നമ്മളെക്കൊണ്ട് ചികിത്സിക്കാം, പിന്നെ ദൈവം വിടുവിക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ അതിനേക്ക് മുന്നോട്ട് എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യം, ഞാനിങ്ങനെ രാത്രിയിൽ എൻ്റെ മുറിക്കകത്ത് ഞാൻ ഒറ്റയ്ക്ക് കൊന്ത ചൊല്ലുന്ന സമയത്ത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, മാതാവ് വരുമ്പോൾ മുല്ലപ്പൂവിൻ്റെ മണമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കൊന്ത ചൊല്ലി ഇരിക്കുന്ന സമയത്ത് ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം, ഭയങ്കര മണം. അപ്പം ഞാനിതുപോലെ രാവിലെ എണീറ്റിട്ട് അമ്മയോടും ഒക്കെ ഞാനിതുപോലെ പറഞ്ഞു, ഇതുപോലെ അമ്മയെ ഞാൻ മാതാവ് വന്നെന്ന് തോന്നുന്നു, ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇവനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോകുന്നതിൻ്റെ 3 ദിവസം മുമ്പ്, അതായത് 6 മാസത്തേക്ക് മുന്നെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ 3 ദിവസം മുമ്പ് ഞങ്ങൾ പോയപ്പോൾ ഞാൻ കാണുന്നത്, ഇവിടുന്ന് പോയ എൻ്റെ അനിയനല്ല തിരിച്ചു വന്നിരിക്കുന്നത്. ഇവിടുന്ന് കൈക്കോ കാലിനോ കണ്ണിനോ ചെവിക്കോ ഒരു പ്രശ്നമില്ലാതെ ഒരു 21 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇവിടുന്ന് ദുബായിൽ പോയതുപോലെയല്ല, അബുദാബി പോയതുപോലെയല്ല അവൻ തിരിച്ചു വരുന്നത്. ഞാൻ കാണുന്നേ, എൻ്റെ അനിയൻ വന്നപ്പോൾ അവൻ്റെ ഈ ഒരു സൈഡ്, ഇങ്ങേ സൈഡ് കോടിപ്പോയി, മുഖം ഒരു സൈഡിലേക്ക് കോടിപ്പോയി. അവന് ഈ കണ്ണിന് കാഴ്ചയില്ല, ഈ ചെവി കേൾക്കത്തില്ല, ഇവന് ഈ കൈ അനക്കത്തില്ല, ഈ കാലനക്കത്തില്ല. അവൻ മുടന്തി വരുന്നത്. അപ്പം എയർപോർട്ടിൽ നിന്ന് ഇവൻ വരുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനുണ്ട്, എൻ്റെ അപ്പനുണ്ട്, അമ്മയുണ്ട്. ഞാൻ അപ്പം കരയാണ്ട് നിൽക്കും. അപ്പനും അമ്മയും കരഞ്ഞു പോയി, ഞാനും കൂടെ കരഞ്ഞ് ഞാരി പിടിച്ച് നിൽക്കും. എന്നിട്ട് ഞാൻ മനസ്സിൽ ഞാൻ അമ്മ മാതാവിനെ വിളിച്ചു, എനിക്ക് ധൈര്യം തരണേന്ന്. എന്ന് ജീവൻ വന്ന വണ്ടിയിൽ കയറി നമ്മളവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ട്രിവാൻഡ്രത്ത് ഇവൻ വന്ന് ഇറങ്ങുന്നത്. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇവന് സ്ട്രോക്ക് വന്നതാണെന്ന് പറഞ്ഞു, മൈനർ സ്ട്രോക്ക് എന്തോ വന്നതാണെന്ന് ആൾ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മളിവന് അസുഖമാണെന്ന് കസിൻസിനോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു തിരുവനന്തപുരത്ത് ശ്രീചിത്ര എന്നൊരു ഹോസ്പിറ്റലുണ്ട്, ന്യൂറോയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞു.